ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിങ്ക്ഡ് സിഗ്നൽ എന്ന് പറയുന്ന ആംഗ്ലറിനകത്ത് ഒരു പുതിയ ടോപ്പിക്കാണ്. ആംഗ്ലർ 19 മുതൽ റിലീസ് ആയിട്ടുള്ള വേർഷൻസിലാണ് ഇത് വന്നിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട്, എല്ലാ റിലീസിലും ഉണ്ട്. അപ്പം 19ലും 20ലും ഇതുണ്ട്. അപ്പോൾ ലിങ്ക്ഡ് വേർഷൻ, അപ്പോൾ എന്താണ് ലിങ്ക്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റബിൾ സിഗ്നലാണ്. ഒരു സോഴ്സ് സിഗ്നൽ, ഈ ലിങ്ക്ഡ് സിഗ്നൽ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളൊരു സോഴ്സ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യും. ഈ സോഴ്സ് സിഗ്നലിന് ചേഞ്ചസ് അനുസരിച്ച് ആ ലിങ്ക്ഡ് സിഗ്നലിന്റെ വാല്യൂ മാറുകയും അതിനെ തന്നെ റീസെറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ലിങ്ക്ഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പം പെട്ടെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ഏതാണ്ടൊക്കെ മനസ്സിലായെന്ന വിശ്വാസത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നു. ആദ്യം വിചാരിക്കുക, ഈ ഷിപ്പിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കൊരു സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് 5-6 വാല്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലിങ്ക്ഡ് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. Signal of this dot shipping options of 0 പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് സെലക്റ്റഡ് കോൺസ്റ്റന്റ് വരത്തില്ല, ബിക്കോസ് ഇതാണല്ലോ. ഈ സിഗ്നലിനെ ഞാൻ ലിങ്ക്ഡ് സിഗ്നൽ ആക്കി കൊടുത്തു. ലിങ്ക്ഡ് സിഗ്നലിനകത്ത് നമുക്ക് വേണ്ടത് ഒരു കമ്പ്യൂട്ടേറ്റഡ് ഫംഗ്ഷനാണ്. ഇപ്പോൾ കമ്പ്യൂട്ടേറ്റഡ് ഫംഗ്ഷനകത്ത് നമ്മൾ കമ്പ്യൂട്ടേറ്റഡ് സിഗ്നൽ പോലെയാണ് ലിങ്ക്ഡ് സിഗ്നൽ വർക്ക്. ലിങ്ക്ഡ് സിഗ്നലിനകത്ത് നമ്മളൊരു കമ്പ്യൂട്ടേറ്റഡ് ലോജിക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അതായത് ഇതിനകത്ത് വരുന്ന വാല്യൂ ഷിപ്പിംഗ് ഓപ്ഷൻസ് ഓഫ് 0 ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വാല്യൂ നമുക്കൊന്ന് കൺസോൾ ലോഗ് ചെയ്യണമല്ലോ. അപ്പോൾ ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഞാൻ ഇതിനു വേണ്ടി സെപ്പറേറ്റ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇതൊരു സിമ്പിൾ ടോപ്പിക് ആണല്ലോ. എൻജിയോൺ ഇന്നിറ്റിനകത്ത് നമുക്ക് വന്നിട്ട് കൺസോൾ ലോഗ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഫോം ഡോട്ട് വാലിഡ് നേരത്തെ എക്സിസ്റ്റ് ചെയ്ത ഫോമാണ്, നേരത്തെ എക്സിസ്റ്റ് ചെയ്ത ലോജിക്കാണ്. ദിസ് ഡോട്ട് സെലക്റ്റഡ് ഓപ്ഷൻ സിഗ്നലാണ്, അപ്പോൾ സിഗ്നലായിട്ട് തന്നെ വേണം എഴുതാനും. എന്തോ ഒരു അപാകത പറ്റി, ഒരു ബ്രേസസ് വിട്ടോ, അതിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു, കനോട്ട് ഫൈൻഡ് ഓൺ ഇൻ ഇറ്റ്, അത് ഫിക്സ് ചെയ്തു. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും selected option സ്റ്റാൻഡേർഡ്, നമ്മൾ കൊടുത്തേക്കുന്നത് സ്റ്റാൻഡേർഡ് എക്സ്പ്രസ് നെക്സ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ സെലക്റ്റഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. അതിവിടെ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സെലക്റ്റഡ് ഓപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സെറ്റിംഗ് ഓപ്ഷനകത്തോട്ട് സെറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോവാണ്. ഷിപ്പിംഗ് ഓപ്ഷൻസ് ഡോട്ട് സെറ്റ് ഓഫ് ആപ്പിൾ ബനാന മാംഗോ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇത് കൺസോൾ ലോഗ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ആൻസർ വരുന്നത് ആപ്പിൾ എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ്, ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈനിൽ ഷിപ്പിംഗ് ഓപ്ഷൻ ഈക്വൽ ടു സിഗ്നൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലൈനിൽ ഷിപ്പിംഗ് ഓപ്ഷൻ ഈക്വൽ ടു ഷിപ്പിംഗ് ഓപ്ഷൻ ഡോട്ട് സെറ്റ് ഓഫ് ആപ്പിൾ ബനാന മാംഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലിങ്ക്ഡ് സിഗ്നൽ എന്ന് പറയുന്നത് എപ്പോഴൊക്കെ ഈ ഷിപ്പിംഗ് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുന്നു അപ്പോഴൊക്കെ ഈ കമ്പ്യൂട്ടർ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സോഴ്സ് നിന്ന് ഡിപ്പെൻഡായിട്ട് ആ ഒരു സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്വയം
സ്വയം റീസെറ്റ് ചെയ്യുകയും സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനെയാണ് ലിങ്ക്ഡ് സിഗ്നൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ലിങ്ക്ഡ് സിഗ്നൽ ഇസ് എ റൈറ്റബിൾ സിഗ്നൽ വിച്ച് റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ സോഴ്സ് സിഗ്നൽ ആൻഡ് ക്യാൻ റീസെറ്റ് ഇറ്റ് സെൽഫ് ബേസ്ഡ് ഓൺ എ കമ്പ്യൂട്ടഡ് വാല്യൂ. കമ്പ്യൂട്ടർ വാല്യൂവിനെ ബേസ് ചെയ്ത് സ്വയം റീസെറ്റ് ചെയ്യാനും ഇതിന് പറ്റും. കാരണം ഇവിടെ നമ്മൾ സ്വയം റീസെറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഇനി ഇത് സിമ്പിൾ വേ ഓഫ് റൈറ്റിംഗ് എ ലിങ്ക്ഡ് സിഗ്നൽ. ഇനി ലിങ്ക്ഡ് സിഗ്നൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. ഇതിപ്പോൾ ഷിപ്പിംഗ് സെലക്റ്റഡ് ഓപ്ഷൻ, ഞാൻ സെൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓപ്ഷനായിട്ട് നമ്മൾ കൊടുക്കാൻ ദിസ് ഡോട്ട് ഷിപ്പിംഗ് ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഓപ്ഷൻ അല്ല ഇവിടെ വരുന്നത്, സോഴ്സ് ആണ്. സോറി, ഓട്ടോ കംപ്ലീറ്റ് വന്നപ്പം ലിങ്ക്ഡ് ഓപ്ഷൻ സോഴ്സ്. ഇതിനകത്ത് ഇവിടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഡോട്ട് ഷിപ്പിംഗ് ഓപ്ഷൻ കൊടുത്തു. അത് ആദ്യം എന്താ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ആപ്പാട് ചെയ്യുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇവിടെ ഒരു രണ്ട് എനി ഓഫ് അറേയും എനിയും കൊടുത്തു. നമുക്കിവിടെ ആക്ച്വലി ഷിപ്പിംഗ് ഓപ്ഷൻ മെത്തേഡ്സ് എന്നോ അല്ലെങ്കിൽ ഷിപ്പിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞ് രണ്ട് ഈ സോഴ്സിൻ്റെ വാല്യൂ എന്താണോ അതിവിടെ വരിക, എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പ് ഇവിടെ വരിക. ഇപ്പം ഞാൻ തൽക്കാലം എനിക്ക് ടൈപ്പ് എഴുതാൻ പറ്റാറുള്ള മടി കൊണ്ട് ഞാൻ രണ്ടിടത്തും ഇനി കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് മാറ്റി എഴുതണം. ഇപ്പോൾ കമ്പ്യൂട്ടേഷനകത്ത് നമുക്ക് ഓപ്ഷൻ ആണ് വരുന്നത്. ഓപ്ഷനകത്ത് മാപ്പ് ലേബൽ വാല്യൂ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കമ്പ്യൂട്ടേഷനകത്ത്. ഇപ്പോൾ സിഗ്നൽ ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ന്യൂ ഓപ്ഷൻ പ്രീവിയസ് ഓപ്ഷൻ ഉണ്ട്. It implies return no option dot return, we'll put it as no option of zero plus പ്രീവിയസ് ഓപ്ഷൻ കൊടുക്കാം. എന്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിവിടെ എൻഡ് ചെയ്തു, ഇവിടെ ഒരെണ്ണം കൂടെ എൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, നൗ എവരി കോമയും കൂത്തെല്ലാം ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്നത് സെൽ ഓപ്ഷൻ എന്ന് പറയുന്ന സംഭവമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്.
ചെറിയൊരു ചേഞ്ചസ് കൂടെ വരുത്താണ്. കാരണം നമുക്ക് ആദ്യ കേസിൽ പ്രീവിയസ് ഓപ്ഷൻ ഇല്ലാതെ വരുന്നൊരു ചേഞ്ച് ഉണ്ടല്ലോ. അപ്പം ആദ്യത്തെ കേസിനകത്ത് ഇതിങ്ങനെ രണ്ടാമത്തെ കേസിനകത്ത് ആദ്യം ഞാൻ കൺസോൾ ലോഗ് ചെയ്യാണ്. കൺസോൾ ലോഗ് ഓഫ് ദിസ് ഡോട്ട് സെൽ ഓപ്ഷൻ. അതിനുശേഷം നമുക്കിത് റൈറ്റബിൾ സിഗ്നൽ വേണമെങ്കിൽ സെൽ ഓപ്ഷൻ ഡോട്ട് സെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ആദ്യം ഇത് കൺസോൾ ലോഗ് ചെയ്ത് കാണിക്കാം എന്താണ് വാല്യൂ വരുന്നതെന്നുള്ളത്. സ്റ്റാൻഡേർഡ് എന്ന് തന്നെയാണ് വാല്യൂ വരുന്നത്. അത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് സെലക്ഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ കൊടുക്കാം. എന്നിട്ട് അത് സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന സെലക്ഷൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എന്ന് SEL is hyphen സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ദിസ് ഡോട്ട് ഷിപ്പിംഗ് ഓപ്ഷൻ ഡോട്ട് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ടു എക്സ്പ്രസ് ടു നെക്സ്റ്റ് ഡേ ടു ജസ്റ്റ് ഒരു 2 അപ്പൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാത്തിനകത്തും. സ്റ്റാൻഡേർഡ് ന്യൂ 2 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഈ സെലക്റ്റഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാൻ നോക്കാം എന്താണ് വരുന്നതെന്ന് നോക്കാം. കാരണം ആദ്യത്തെ കേസിൽ നമുക്ക് പ്രീവിയസ് വാല്യൂ ഇല്ലായിരുന്നു, രണ്ടാമത്തെ കേസിൽ നമുക്ക് പ്രീവിയസ് വാല്യൂ ഉണ്ട്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ കേസിനകത്ത് ന്യൂ ഒബ്ജക്റ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അടുത്ത നമ്മളിവിടെ എഴുതിയ നമുക്കിവിടെ ഒരു കൺസോൾ ലോഗ് കൂടെ കൊടുക്കാം എന്താ അങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. കൺസോൾ ലോഗ് ഓഫ് നമുക്ക് ന്യൂ ഓപ്ഷൻസ് ഓഫ് 0 കൊടുക്കാം. എന്താണ് അവിടെ വാല്യൂ വരുന്നതെന്ന് അറിയണമല്ലോ. ന്യൂ ഓപ്ഷൻ ഓഫ് 0 പ്രീവിയസ് ഓപ്ഷൻ. ഇത് രണ്ടും നമുക്ക് വരുന്നത് ന്യൂ ഓപ്ഷൻ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ന്യൂ സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എക്സ്പ്രസ് നെക്സ്റ്റ് ഡേ, വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്. ഈ രീതിയിലാണ് നമുക്ക് ന്യൂ എന്ന് പറയുന്ന വാല്യൂയും വരുന്നുണ്ട്. അതായത് ന്യൂ എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് കൊടുത്ത ഈ വാല്യൂ ആണ്, ഈ താഴെ രണ്ടാമത് കൊടുത്ത വാല്യൂ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ന്യൂ ഓപ്ഷൻസിൻ്റെ കൂടെ സോഴ്സ് കമ്പ്യൂട്ടേഷൻ ന്യൂ ഓപ്ഷൻ. അപ്പോൾ ന്യൂ ഓപ്ഷൻ ഓഫ് 0 എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പക്ഷേ ന്യൂ ഓപ്ഷൻ ഓഫ് 0 എന്ന് പറഞ്ഞിട്ടും അവിടെ വരുന്ന സോഴ്സും അറേ എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ആയിട്ട്. അപ്പം ന്യൂ ഓപ്ഷൻ ഓഫ് 0 ഡോട്ട് സോഴ്സ് കൊടുക്കാം. സോ ലെറ്റ് സീ വാട്ട് ഇസ് ദ വാല്യൂ. പ്രീവിയസ് ഓപ്ഷൻ ഡോട്ട് വാല്യൂ കൊടുത്തു നോക്കാം. ന്യൂ ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇതെന്താ നമുക്കിവിടെ കറക്റ്റായിട്ട് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ടുണ്ട്, ന്യൂ ഓപ്ഷൻ ഡോട്ട് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രീവിയസ് ഓപ്ഷൻ എന്നുള്ളത് മാറ്റി പ്രീവിയസ് ഓപ്ഷൻ ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ന്യൂ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പുതിയ വാല്യൂ വന്നു. ബേസിക്കലി നമുക്ക് ഈ കമ്പ്യൂട്ടേഷൻ ഈ രീതിയിൽ എഴുതുന്നത് നമുക്ക് പ്രീവിയസ് വാല്യൂവിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇപ്പം ഞാൻ പ്രീവിയസ് വാല്യൂവിനെ കോൺകാറ്റ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ആണുള്ളത്. ആ ഡ്രോപ്പ് ഡൗണിനകത്ത് ഈ ഡ്രോപ്പ് ഡൗണിനകത്തെ വാല്യൂ ആണ് മാറുന്നതെങ്കിൽ പ്രീവിയസ്ലി ഇപ്പോൾ ടൈഗർ എന്നാണ്, ടൈഗർ ലയൺ അല്ലെങ്കിൽ പോട്ടെ ഇത് തന്നെയാണ് സ്റ്റാൻഡേർഡ് എക്സ്പ്രസ് നെക്സ്റ്റ് ഡേ എന്നാണ്. യൂസർ എക്സ്പ്രസ് സെലക്ട് ചെയ്തു എങ്കിൽ അടുത്ത തവണ ഓപ്ഷൻസ് മാറുമ്പോൾ അതിനകത്ത് എക്സ്പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് തന്നെ സെലക്റ്റഡ് ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലോജിക്ക് എഴുതാം. അതിൻ്റെ ലോജിക്ക് എവിടെ എഴുതാം, ഈ കമ്പ്യൂട്ടേഷനകത്ത് എഴുതാൻ പറ്റും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ലിങ്ക്ഡ് സിഗ്നൽ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം.